everyone, it's me Sabita Charles from Putturans. നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് കോട്ടണിലുള്ള 40s by 40s ആയിട്ടുള്ള റണ്ണിങ് ഫാബ്രിക് ആണ്. നൈറ്റിക്ക് യൂസ് ചെയ്യാവുന്ന ഫാബ്രിക് തന്നെയാണ് കേട്ടോ. ഞാൻ അങ്ങനെ പറയുന്നത് നൈറ്റിക്ക് മാത്രമല്ല, നമുക്ക് കുർത്തിയൊക്കെ ചെയ്യാം. പക്ഷെ ഈ 40s ഇടുമ്പോൾ കുറച്ച് പേര് പിന്നെയും പറയുന്നു നൈറ്റിയുടെ ഫാബ്രിക് കൊണ്ടുവരാനായിട്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ചുകൂടി ക്ലിയർ ആകാൻ പറഞ്ഞതാണ് നൈറ്റി ഫാബ്രിക് എന്നുള്ളത്. ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല. 40s by 40 എന്ന് പറയുമ്പോൾ നല്ല തിക്കായിട്ടുള്ള ഫാബ്രിക് ആണ്, നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നവർക്കൊക്കെ അറിയാം. അപ്പൊ ലൈനിങ്ങിന്റെ ആവശ്യം ഒട്ടും തന്നെ വരുന്നില്ല. നല്ല നമ്മൾ നൈറ്റ് വാങ്ങിക്കുന്ന കോട്ടൺ, പ്യുവർ കോട്ടൺ നൈറ്റ് വാങ്ങിക്കില്ലേ, ആ സെയിം ഫാബ്രിക് ആണ്. കുറെ വീഡിയോസ് ഒക്കെ നമ്മൾ ഇത് വെച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ബാച്ചിലുള്ള കുറെയൊക്കെ തീർന്നിട്ടുണ്ട്. നമുക്ക് ഇനി നെക്സ്റ്റ് പർച്ചേസിന് പോകാറൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഇത് വന്നിട്ടുള്ളത് കുറച്ചധികം 5 കളേഴ്സിലാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം ഡിസൈനാ. നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു ബാത്തിക് സ്റ്റൈലിലുള്ള ഒരു പ്രിന്റ് ആണ്, എല്ലാം സ്ക്രീൻ പ്രിന്റ് ആണ്. അതുപോലെ തന്നെ 44 ഇഞ്ച് വിഡ്ത്തിൽ 95 rupees പെർ മീറ്ററിലുള്ള റണ്ണിങ് ഫാബ്രിക്കിന്റെ കളക്ഷൻ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓരോന്ന് ഓപ്പൺ ആക്കി നമുക്ക് നോക്കാം. ഫസ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു റെഡ് അല്ല, പ്യുവർ റെഡ് അല്ല, ഒരു ഡാർക്ക് പീച്ച് എന്ന് പറയാം. ആ ഒരു കളറിലേക്കാണ് ഇത് പോയിട്ടുള്ളത്. നൈറ്റിക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം, അല്ലെങ്കിൽ കോട്ട് സെറ്റ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാം. ഈ സമ്മർ സീസണിൽ നല്ല ചൂടുള്ള കാലാവസ്ഥയിലൊക്കെ നമുക്ക് കംഫർട്ട് ആയിട്ട് വെയർ ചെയ്യാവുന്ന തരത്തിലുള്ള ഫാബ്രിക് തന്നെയാണ് കേട്ടോ. ഈ 40s കാണുമ്പോഴാണ് എല്ലാവരും പറയുന്നത് ഇത് മാത്രമാണ് കോട്ടൺ എന്നുള്ളത്. കാരണം 40സും ക്യാമ്പ്രിക്കും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്, ലുക്ക് വൈസിനും ഫീൽ വൈസിനും. പക്ഷെ ക്യാമ്പ്രിക്കും പ്യുവർ കോട്ടൺ തന്നെ, ഇതും പ്യുവർ കോട്ടൺ തന്നെയാണ് കേട്ടോ. ഇത് വന്നിരിക്കുന്നത് നമ്മൾ വെയർ ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ഇതിന്റെ ഡിസൈൻ പോകുന്നത്. ഒരു ബാത്തിക് സ്റ്റൈലും തോന്നും അല്ലെ, അങ്ങനത്തെ ഒരു ഡിസൈൻ ആണ് ഇതിനകത്ത് പോയിട്ടുള്ളത്. ഇതിന്റെ വൺ സൈഡിനകത്തായിട്ട് ഇങ്ങനെ ഒരു ബോർഡറും കൂടെ ഇൻക്ലൂഡഡ് ആണ്. ബോർഡർ കഴിഞ്ഞിട്ട് നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള കളറും കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ അത് നമുക്ക് പൈപ്പിങ്ങിനൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. നല്ല ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള കുർത്തിയൊക്കെ ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. ക്രീം കളറിലുള്ള ഒരു പാന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനൊക്കെ വെയർ ചെയ്യാവുന്നതാണ്. നമുക്ക് ഡെയിലി വെയർ ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ സ്റ്റിച്ച് ചെയ്ത് വർക്ക് വെയർ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു മെഹന്തി യെല്ലോ കളറിലേക്കാണ് പോയിട്ടുള്ളത്. സെയിം ഡിസൈൻ തന്നെ, ഈ ഒരു ഡിസൈനിന്റെ തന്നെ 5 കളറാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇത് വെയർ ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ഇതിന്റെ കളർ നമുക്ക് വരുന്നത്. എല്ലാ കളറും നമ്മൾ വെയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി കളർ തോന്നിക്കുന്ന പോലത്തെ കളേഴ്സ് ആണ്. വൺ സൈഡിനകത്തായിട്ട് ഇങ്ങനെ ഒരു ബോർഡറും കൂടി ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഇതിന്റെ വിഡ്ത്ത് വരുന്നത് 44 ഇഞ്ച് വിഡ്ത്തിൽ 95 rupees പെർ മീറ്ററിലാണ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു പിങ്ക് ഷെയ്ഡാണ്, ഒരു റാണി പിങ്ക് എന്നൊക്കെ പറയാം. ആ ഒരു പിങ്ക് ഷെയ്ഡിലേക്കാണ് ഇത് പോയിട്ടുള്ളത്. സെയിം ഡിസൈൻ സെയിം ഫാബ്രിക് 95 rupees തന്നെയാണ് ഇതിന്റെയും പ്രൈസ് വന്നിട്ടുള്ളത്. ഇത് വെയർ ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും ഇതിന്റെ കളറൊക്കെ വരുന്നത്. നമുക്ക് ഈ മെറ്റേണിറ്റി വെയർ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാം. അതായത് കുറച്ചും കൂടി ഫ്രീ ആയിട്ടൊക്കെ കംഫർട്ടായിട്ട് വെയർ ചെയ്യാവുന്ന പോലെയൊക്കെ ചെയ്യാവുന്നതാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ഇതിന്റെ വൺ സൈഡിലും ഇങ്ങനെ ഒരു ബോർഡർ പോകുന്നുണ്ട്, അത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ കളറിലാണ്. ഗ്രീൻ കളറിൽ സെയിം പ്രിന്റ് തന്നെ. അപ്പോൾ നമ്മൾ ഇത്ര നേരം കണ്ടതെല്ലാം തന്നെ സെയിം പ്രിന്റ് തന്നെയാണ്. അതിന്റെ ഒരു വ്യത്യാസം ഡിഫറെന്റ് കളേഴ്സ് ആണെന്ന് മാത്രം. അപ്പൊ ഇത് വെയർ ചെയ്യുമ്പോൾ ഈ കളർ വരുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെയായിരിക്കും ഇതിന്റെ കളർ വരുന്നത്. അപ്പോൾ ഇതിന്റെ പ്രൈസ് 95 rupees 44 ഇഞ്ച് വിഡ്ത്തിൽ. ലാസ്റ്റ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം ഫാബ്രിക് ആണ്, ബ്ലൂ കളറിലാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ ഞാൻ വെയർ ചെയ്തത്. അപ്പൊ ഈ ഒരു ഡ്രസ്സിന്റെ റീൽസ് ഒക്കെ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തലേ ദിവസത്തെ വീഡിയോ നോക്കിയാൽ മതി, പേജ് നോക്കിയാൽ മതി. ഇതിനകത്ത് റീൽസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകും. ഒരു 7 o'clock മുതൽ 10 o'clockന്റെ ഉള്ളിലാണ് നമ്മൾ റീൽസ് അപ്ലോഡ് ചെയ്യുന്നത്. രാത്രി സന്ധ്യക്ക് ഒരു 7 to 10ന്റെ ഉള്ളിലാണ് റീൽസ് അപ്ലോഡ് ചെയ്യുന്നത്. ഇങ്ങനെയായിരിക്കും ഈ ഒരു ഞാൻ വെയർ ചെയ്തിട്ടുണ്ടല്ലോ, പിന്നെ വെച്ച് കാണിക്കണ്ടല്ലോ അല്ലെ. അപ്പൊ ഇതിന്റെ ക്ലോസ് വ്യൂല് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഒക്കെ പിക്ചർ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നല്ല ക്വാളിറ്റിയുള്ള കോട്ടൺ, പ്യുവർ കോട്ടണിലുള്ള ഫാബ്രിക് ആണ്. ഇത് പിടുത്തത്തിൽ ഇത് പറയും അത് പ്യുവർ കോട്ടൺ ആണെന്ന്. നമ്മൾ ഷോപ്പിൽ വരുമ്പോൾ കുറച്ച് പേരൊക്കെ പറയുന്നത് ഞാൻ കേട്ടേക്കുന്നതാണ്, ഇത് കോട്ടൺ ആണ്. അപ്പോൾ അങ്ങനെ ഫീൽ ചെയ്യുന്ന അതേ കോട്ടൺ തന്നെയാണ്. കോട്ടണിനുള്ളതൊക്കെ ഞാൻ കോട്ടൺ എന്ന് പറഞ്ഞ് തന്നെയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യണേ. നമ്മുടെ ഷോപ്പിൽ ഓൺലൈനിൽ സ്റ്റിച്ചിങ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. പ്രൊഡക്റ്റ് എല്ലാം തന്നെ ഷോപ്പിൽ ഓൺലൈനിൽ അവൈലബിൾ ആണ്. പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.